ജനവാസ മേഖലയോട് ചേർന്ന വനം വകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷനിൽ മാലിന്യം തള്ളൽ രൂക്ഷം. മുണ്ടക്കയം കോഴിത്തോട് റോഡിൽ വണ്ടൻപതാൽ മുതൽ പനക്കച്ചിറ വരെയുള്ള റോഡിന്റെ വശങ്ങളിലെ തേക്ക് പ്ലാന്റേഷനിലാണ് വ്യാപകമായി മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. വനമേഖലയോട് ചേർന്നുള്ള 10,000-കണക്കിന് ഏക്കർ സ്ഥലത്താണ് വനം വകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷൻ ഉള്ളത്. ശബരിമല വനത്തോട് ചേർന്നുള്ള മേഖലയിലാണ് വണ്ടൻപതാൽ തേക്ക് പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്ലാന്റേഷനിലൂടെ കടന്നുപോകുന്ന കോഴിത്തോട് റോഡിന്റെ വശങ്ങളിലാണ് കിലോമീറ്ററോളം ദൂരത്തിൽ വ്യാപകമായി മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ജൈവ അജൈവ മാലിന്യങ്ങളും വീടുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെ വൻതോതിലാണ് റോഡിന്റെ വശങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. കൂടാതെ മത്സ്യമാംസ അവശിഷ്ടങ്ങളും ചാക്കിൽ കെട്ടിയും അല്ലാതെയും റോഡിന്റെ വശങ്ങളിൽ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ എത്തിച്ചാണ് റോഡിന്റെ വശങ്ങളിൽ വലിയ തോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. ഇതോടെ വനമേഖലയിൽ നിന്ന് കാട്ടുപോത്ത്, കാട്ടുപന്നി അടക്കമുള്ളവ തേക്ക് പ്ലാന്റേഷനിലൂടെ വ്യാപകമായി ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കോഴിത്തോട് റോഡിൽ കാട്ടുപോത്തിടിച്ച് 4 വാഹനാപകടമാണ് ഉണ്ടായത്. വനംവകുപ്പിന്റെ ഓഫീസിനോട് ചേർന്ന് മാലിന്യം വലിയ രീതിയിൽ നിക്ഷേപിച്ചിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ മാലിന്യം ഭക്ഷിക്കുവാനായി കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങൾ ഇവിടെ എത്തുകയും പിന്നീട് ഇവ ജനവാസ മേഖലയിൽ വിഹരിക്കുകയുമാണ് ചെയ്യുന്നത്. സർക്കാർ ജീവനക്കാർ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ടതോടെ മേഖലയിലെ പരിശോധനകൾ പൂർണ്ണമായും നിന്ന അവസ്ഥയിലാണ്. കോഴിത്തോട് പഞ്ചായത്തിന്റെ ഭാഗമാണെങ്കിലും മാലിന്യ നിക്ഷേപം തടയുന്നതിന് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇതോടെ പ്രകൃതി മനോഹരമായ തേക്ക് പ്ലാന്റേഷനിലൂടെ മൂക്കുപൊത്തി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. പൊതുനിരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സർക്കാർ സ്വീകരിക്കുമ്പോഴും ഇവിടെ ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ല. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.